ഈ വരുന്ന വെള്ളിയാഴ്ച 26-ാം തീയതി ഇലക്ഷൻ കടന്നു വരാം. ഇലക്ഷൻ കടന്നു വരുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. നമുക്കിനിയും ഈ രാജ്യത്തിന്റെ പ്രിയപ്പെട്ടവരെ ഐക്യത്തോടെ ജീവിക്കാൻ കഴിയണം. ഇനിയും നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്തിൽ മതേതരം എന്റെ പ്രിയപ്പെട്ടവരെ പുലർത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. നമ്മുടെ വീടിന്റെ അടുത്തുള്ള അയൽവാസികൾ ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, യുക്തിവാദിയാകട്ടെ, ആരുമായിക്കോട്ടെ, പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും ഐക്യത്തിലും നമുക്ക് എല്ലാവർക്കും കൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നാട്ടിൽ ഇന്ത്യയിൽ നമുക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിക്കണമെങ്കിൽ എല്ലാം മറന്നുകൊണ്ട് അർഹരായവർക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വോട്ട് ചെയ്യണം. ഒരാൾ പോലും വോട്ട് ചെയ്യാതിരിക്കരുത്. അന്ന് വെള്ളിയാഴ്ച ജുമാ നിസ്കാരമുണ്ട്. എല്ലാവരും രാവിലെ എണീച്ച് പോയി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യും? നമുക്ക് ജുമാ നിസ്കരിക്കാൻ കഴിയും, നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയും. എല്ലാ പള്ളിയിലും ഒരേ സമയത്ത് ജുമാ വെക്കാതെ എന്ത് ചെയ്യണം? ഒരു സമയത്ത് ഒരു പള്ളിയിൽ ഇന്ന സമയമാണെങ്കിൽ അടുത്ത പള്ളിയിൽ ഇന്ന സമയത്ത് വെക്കണം. അങ്ങനെ സമയം പോലും ക്രമപ്പെടുത്തിയിട്ട് അൽഹംദുലില്ലാ നമുക്ക് പഴയ ഇന്ത്യ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കൊണ്ടുവരണം. നമുക്ക് ഒരുപോലെ സന്തോഷത്തോടെ ഐക്യത്തോടെ ഒരു പേടിയുമില്ലാതെ അൽഹംദുലില്ലാ നമുക്ക് ജീവിക്കാൻ കഴിയണം. നമ്മുടെ മനസ്സിലൊരു വിദ്വേഷം വെറുപ്പൊന്നും ഇല്ലാതെ അർഹരായവർക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ വോട്ട് ചെയ്യാൻ കഴിയണം. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ അർഹരാകുന്ന ഭരണാധികാരികളെ നീ തരണേ റബ്ബേ. ഞങ്ങളുടെ നാട്ടിലുള്ള മോശപ്പെട്ട ഭരണാധികാരികളെ നീ തുരത്തണേ റഹ്മാനെ. ഖൈറായ ഭരണാധികാരികളെ നിങ്ങൾക്ക് നീ തരണേ റബ്ബേ. ഖൈറായ ഭരണാധികാരികളെ നീ തരണേ റബ്ബേ. ബദരീങ്ങൾക്ക് അല്ലാഹുവേ ബദറിന്റെ രണാങ്കണത്തിൽ മലക്കുകൾ ഇറങ്ങി സഹായിച്ചതുപോലെ റബ്ബേ നിന്റെ സഹായം ഞങ്ങൾക്ക് ഉണ്ടാകണേ റബ്ബേ. ഖൈറായ ഭരണം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുകൊണ്ട് പറയാ, മനസ്സിലെ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും ഇല്ലാത്തവരാരാ അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.